ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് വരുന്ന ഇലക്ട്രോണിക് പ്രോഡക്ട്സിന്റെ വീഡിയോ ഇട്ടിട്ട് കുറച്ചായി എന്ന് തോന്നുന്നു, ഈ ടൈപ്പ് വീഡിയോ ഒക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് എന്ന് കാണാം. അപ്പോൾ അതോടൊപ്പം ഞാൻ സ്റ്റോക്ക് വരുന്നത് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെ പ്രോഡക്ട്സ് അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും കൂടെ ചെയ്യും. അതുകൊണ്ടാണ് സ്റ്റോക്ക് വരുന്ന പ്രോഡക്ട്സിന്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് വേണം എന്നുണ്ടെങ്കിൽ, ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെ പ്രോഡക്ട്സ് അവൈലബിൾ ആണെന്ന്. അപ്പോൾ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിലാണ്, കോട്ടയം ജില്ലയാണ്. പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്. ഇനി ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന്. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. നമ്മൾ പ്രോഡക്റ്റിന്റെ പേയ്മെന്റ് ആദ്യമേ ഗൂഗിൾ പേ ചെയ്ത് തരിക, അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രോഡക്ട്സ് DTDC വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ അയച്ചു തരും. അങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് TV വാൾ മൗണ്ട് ആണ്, അഥവാ TV സ്റ്റാൻഡ് എന്ന് പറയും. LED TV ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇത് 32 മുതൽ 60 ഇഞ്ച് വരെയുള്ള TVക്കുള്ള ഒരു സ്റ്റാൻഡാണിത്, വാൾ മൗണ്ട് ആണിത്. അപ്പോൾ ഇതിങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് പിടിപ്പിക്കാനുള്ള സ്ക്രൂവും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് 32 മുതൽ 60 ഇഞ്ച് വരെയുള്ള TV ഫിക്സ് ചെയ്യാൻ പറ്റും. അതായത് 32 കിലോഗ്രാം വരെ ഇത്തേൽ താങ്ങാൻ പറ്റും. പിന്നെ വരുന്നത് ഇത് 12 ഇഞ്ച് മുതൽ 42 ഇഞ്ച് വരെയുള്ള TVക്കുള്ള വാൾ മൗണ്ട് ആണ് വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു മോഡല്. അപ്പം നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുമ്പം നിങ്ങളുടെ TVയുടെ ഇഞ്ച് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അതനുസരിച്ച് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇത് ഒരു സ്മോൾ സൈസ് എന്ന് പറഞ്ഞിട്ട് അപ് ടു 56 ഇഞ്ചസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 56 ഇഞ്ച് വരെയുള്ള TV ഇവത്തേൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള വാൾ മൗണ്ട് ആണിത്. പിന്നെ ഒരെണ്ണം വന്നിരിക്കുന്നത് 14 മുതൽ 45 ഇഞ്ച് വരെയുള്ള TVക്ക് വേണ്ടിയിട്ടുള്ള വാൾ മൗണ്ട് ആണിത്. അപ്പോൾ ഇതെല്ലാം നല്ല ക്വാളിറ്റി വരുന്നത്. അപ്പോൾ TV മാത്രമല്ല, ഇപ്പം നമുക്ക് മോണിറ്റർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത്. അപ്പോൾ അതിൻ്റെ വലിപ്പം അനുസരിച്ചുള്ളത് നോക്കി എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് തീരെ ചെറിയ ടൈപ്പിലുള്ള വാൾ മൗണ്ട്, ഇത് കണ്ടോ, ഇതൊരു ചെറിയ ടൈപ്പ് വാൾ മൗണ്ട് ആണ്. നമുക്ക് മോണിറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ വാൾ മൗണ്ട് ആണ്, ചെറിയ മോണിറ്റർ വെക്കാൻ വേണ്ടിയുള്ള. ഇതുണ്ടോ, ഇത്രയും വലിപ്പമുള്ളൂ. അപ്പം ഇതുപോലത്തെ വാൾ മൗണ്ടുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പം അടുത്ത് വന്നിരിക്കുന്നത് മൈക്രോഫോൺ ആണ്. ഇത് വില കുറഞ്ഞ ഐറ്റമാണ് കേട്ടോ. ഒരു 500 രൂപ താഴെയൊക്കെ ഇതിന് വില വരുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കേബിളും ഉണ്ട്. ഈ കേബിൾ ഒരു 5 മീറ്റർ ലെങ്ത് കാണും. ഇത് മൈക്ക്, ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതും കൂട്ട് മൈക്ക് തന്നെയാണ്. ഇത് കുറച്ചുകൂടി വില കൂടിയ ഐറ്റമാണ്, ക്വാളിറ്റി കൂടുതലുണ്ട്. അപ്പോൾ വില കൂടുമ്പോൾ അതനുസരിച്ച് ക്വാളിറ്റിയിലും വ്യത്യാസം വരും. ഇതാണ് മൈക്ക്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല വെയിറ്റാണ്. ഇതിനേക്കാളും ഒക്കെ ഒരു വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെയും കേബിൾ വരുന്നുണ്ട്. 5 മീറ്റർ ലെങ്തിലുള്ള കേബിളാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ വില പറയുന്നില്ല എന്നും പറഞ്ഞ് ഓരോരുത്തർ വന്ന് കമൻ്റ് ഇടും. അപ്പോൾ വില പറഞ്ഞാലും നിങ്ങളെല്ലാവരും ഏതായാലും ഓടി വന്ന് ഇത് വാങ്ങത്തില്ല. വില കേട്ടെന്ന് കരുതി എന്നാൽ ഇത്രയും വിലയുള്ളെന്ന് എന്നാൽ ഇത് മേടിച്ചേക്കാന്ന് കരുതി ആരും വരത്തില്ലല്ലോ. ആവശ്യമുള്ളവരല്ലേ വന്ന് വാങ്ങിക്കത്തുള്ളൂ. പ്രോഡക്റ്റ് വേണ്ടവർ, ആവശ്യമുള്ളവർ നമ്മളെ വിളിക്കുകയോ വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട്, അതിൽ മെസ്സേജ് ഇടുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ വിലയെല്ലാം പറയുന്നതായിരിക്കും കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് ഇത് മൾട്ടിമീറ്റർ ആണേ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ്. ഇതുപോലത്തെ ഇത്രയും വലുപ്പമുള്ള മൾട്ടിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ കൂടെ അതിൻ്റെ വയറുണ്ട്, അതിനുള്ള ബാറ്ററി ഉണ്ട്. ഇപ്പോൾ ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഒന്നും വാറണ്ടി ഉള്ള ഐറ്റംസ് അല്ല കേട്ടോ. ഇതൊക്കെ ചെക്ക് ചെയ്ത് വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഇത് വേറൊരു മോഡൽ. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റിയും വിലയും കൂടിയിട്ടുള്ള ഒരു മോഡലാണിത്. പക്ഷെ വലിപ്പം ഇത്തിരി കുറവാണ്. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ക്വാളിറ്റി കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ്. അപ്പോൾ പല റേറ്റിൽ എടുക്കുന്നത്, ഇപ്പോൾ ആൾക്കാർ വന്നു കഴിയുമ്പോൾ ചിലർക്ക് വില കുറഞ്ഞ ഐറ്റം മതി, ചിലർക്ക് ഇച്ചിരി
വില കൂടിയത് വേണം, വിലയൊന്നും വിഷയമല്ല, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലർ പറയും ഓ ചെറിയ ഉപയോഗമുള്ളൂ, കുറച്ച് നാളത്തെ ഉപയോഗമുള്ളൂ, അതുകൊണ്ട് വില കുറഞ്ഞത് മതി എന്ന് പറയും. അങ്ങനെ പല കാറ്റഗറിയിലാണല്ലോ ആളുകളുള്ളത്. അപ്പം നമ്മൾ ഏതായാലും പല വിലയിലുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണം. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഏത് കടയിൽ ചെന്ന് കഴിഞ്ഞാലും നല്ല പ്രോഡക്റ്റ്, കാശ് കൊടുത്ത് നല്ല പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവരും ഉണ്ട്, വില കുറഞ്ഞ് താഴ്ന്ന പ്രോഡക്റ്റ് മതി എന്ന് പറഞ്ഞ് മേടിക്കുന്നവരും ഉണ്ട്. അപ്പം നമ്മൾ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും പരിഗണിച്ചാണ് പല റേറ്റിലുള്ള സാധനങ്ങൾ, പല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്നത്. അപ്പം അതിന് വന്നേച്ച് നിങ്ങളുടെ കടയിലെ സാധനം ചള്ള അല്ലെ ഡ്യൂപ്ലിക്കേറ്റാ, വില പറയാത്തത് കൊണ്ട്, ഞാൻ പ്രോഡക്റ്റിന്റെ വില പറഞ്ഞില്ല എന്നും പറഞ്ഞ് നമ്മുടെ കടയിലെ പ്രോഡക്റ്റ് മൊത്തം മോശമാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു കാർന്നോർ വന്ന് കമന്റ് ഇട്ടു. അപ്പോൾ വയസ്സായ കാർന്നവർക്ക് മഴയും പിടിച്ച് വേറെ ഒരു പണി ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ, വെറുതെ ഇരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മാറ്റാനാണെങ്കിൽ, മറ്റുള്ളവരുടെ കടയിലെ സാധനങ്ങൾ മോശമാണെന്ന് പറയുന്നത് ഭയങ്കര മോശമല്ലേ കാർന്നോരെ? അപ്പം നിങ്ങൾ ഒരു സാധനമെങ്കിലും നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് അത് പറയുന്നതെങ്കിൽ ഓക്കെ. ഇത് ഒരു സാധനം പോലും ഇവിടെ വാങ്ങിച്ചിട്ടില്ല, നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ അറിയുന്നുണ്ട്, അപ്പം ഞാൻ അതിൻ്റെ വില പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മുടെ കടയെ അപമാനിക്കരുത്. ആ കൂടെ അയാൾ എന്നെ അപമാനിച്ചു. അപ്പം ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ കാർന്നോര് അതൊരു ശീലമാക്കണ്ട. ശീലമാക്കി കഴിഞ്ഞാൽ ഞാനും പ്രതികരിക്കും കേട്ടോ. അപ്പം കാർന്നോരോട് മാത്രമല്ല, അങ്ങനെയുള്ള പലർക്കും ഉള്ള ഒരു മറുപടിയാണത്. അപ്പം നിങ്ങൾ നമ്മുടെ ഷോപ്പിലെ പ്രോഡക്റ്റ് വാങ്ങിയിട്ടാണ് അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതെങ്കിൽ ഓക്കെ, അത് ഉള്ള കാര്യമാണെങ്കിൽ നമ്മളും അംഗീകരിക്കും. അല്ലാണ്ട് വെറുതെ ചുമ്മാ അങ്ങനെ പറയരുത്. അതായത് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം പറയരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞ് വൈറലാകാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പം കാർന്നവർ ചിലപ്പോൾ അങ്ങനെ വൈറലാകാനായിരിക്കും ശ്രമിക്കുന്നത്. എന്താണേലും അത് അനുവദിച്ച് തരുന്നതല്ല. പിന്നെ വന്നിരിക്കുന്നത് ഇത് ഫ്ലെക്സ് ആണ്. നമുക്ക് സോൾഡറിങ്ങിനുള്ള ഫ്ലെക്സ് ആണ്, ചെറിയ ബോക്സിൽ വരുന്ന ഫ്ലെക്സ്. പിന്നെ നമുക്കിന്ന് കുറേ റിമോട്ട് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇത് മിസ്റ്റർ ലൈറ്റ് ടി വിയുടെ, മിസ്റ്റർ ലൈറ്റ് ക്രൗൺ അങ്ങനെയൊക്കെ ഉള്ള ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ടാണ്. പിന്നെ കേരള വിഷൻ നമ്മുടെ കേബിളിൻ്റെ റിമോട്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇതുണ്ടല്ലോ, ഹോം തിയേറ്റർ റിമോട്ടാണേ. അപ്പോൾ ഹോം തിയേറ്റർ റിമോട്ട് ഇത് പല മോഡലിനുള്ള ഒരു യൂണിവേഴ്സൽ റിമോട്ടാണ് ഹോം തിയേറ്റർ റിമോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇംപെക്സ്, ഒനിക്സ്, കാസ്റ്റർ, തക്കായ്, ടാർജറ്റ്, എംസൺ അങ്ങനെ 6 കമ്പനി മോഡൽ ഹോം തിയേറ്ററിനുള്ള ഒരു റിമോട്ടാണ് ഇത്. കോമൺ റിമോട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഈ വന്നിരിക്കുന്നത് ഡിഷ് ടി വി, ഡിഷിൻ്റെ റിമോട്ടാണ്. പിന്നെ കേരള വിഷൻ്റെ തന്നെ വേറൊരു മോഡൽ. ഇപ്പോൾ കേരള വിഷൻ്റെയൊക്കെ കുറേ സെറ്റപ്പ് ബോക്സുകൾ, ഒരുപാട് വ്യത്യസ്തങ്ങളായ സെറ്റപ്പ് ബോക്സുകളുണ്ട്. അപ്പോൾ ഓരോ സെറ്റപ്പ് ബോക്സിനും ഓരോ റിമോട്ടായിരിക്കും. അപ്പോൾ അത് നോക്കി വാങ്ങണം. അപ്പോൾ നിങ്ങൾ റിമോട്ട് വാങ്ങാൻ വരികയാണെങ്കിൽ പഴയ റിമോട്ട് ഒന്നെങ്കിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വരിക. അപ്പോൾ എളുപ്പമുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുകൊണ്ട് പറഞ്ഞതാണേ. പിന്നെ വന്നിരിക്കുന്നത് ഇൻഫിനിക്സ് ടി വിയുടെ, ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ടാണ്. പിന്നെ നമുക്ക് കുറേ ഓർഡർ റിമോട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ 1-2 പീസുകളൊക്കെ വന്നിരിക്കുന്നത്, ഇതൊക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്തിരിക്കുന്നതാണ്. അപ്പം സോണി ആൻഡ്രോയിഡ് ടി വിയുടെ റിമോട്ട്, അതുപോലെ ഇംപെക്സ്, ഐവ, ഇൻഫിനിക്സ്, ഇങ്ങനെ കുറേ ടി വികളുടെ റിമോട്ടൊക്കെ കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് നമ്മൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതുണ്ട്, ബോട്ട് ഹോം തിയേറ്ററിൻ്റെ റിമോട്ട്. ഇതൊക്കെ ഓർഡറാണേ. അപ്പോൾ ഇങ്ങനെ ഓർഡർ തന്ന് നമ്മൾ റിമോട്ട് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റിമോട്ട് വരുത്തി കൊടുക്കുമെന്ന് പറഞ്ഞപ്പം ഇവിടെ വന്ന ഒരു കസ്റ്റമറാട്ടോ ഇങ്ങനെ ചോദിക്കുവാണ്, പിന്നെ ഓൺലൈനിൽ വരുത്തി കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓൺലൈൻ സൈറ്റിൽ നിന്നാണോ വരുത്തി മേടിച്ച് കൊടുക്കുന്നതെന്ന്. അപ്പം അങ്ങനെയല്ല കേട്ടോ. നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നവരുണ്ടല്ലോ, നമുക്ക് സപ്ലൈ ചെയ്യുന്ന ഹോൾസെയിലർ ഡീലേഴ്സ് ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഇങ്ങനത്തെ റിമോട്ടുകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ തരുന്നത്. അല്ലാണ്ട് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒന്നും അല്ല കേട്ടോ. കാരണം അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരും ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ. പിന്നെ ഇത് ഇന്ന് ഇതും ഇങ്ങനെ ഓർഡർ തന്ന് എടുത്തിരിക്കുന്നതാണ് AC റിമോട്ട്. പിന്നെ ഇത് സാംസങ് പഴയ മോഡൽ ടി വിയുടെ പിക്ചർ ട്യൂബ് ഒക്കെ ഉള്ള ടി വിയുടെ റിമോട്ടാണ്, ഒരു കോമൺ റിമോട്ടാണ്. അപ്പം ഇത്രയാണ്. പിന്നെ ഇത് 12 വോൾട്ട് 2 ആംപിയർ അഡാപ്റ്റർ, ഡബിൾ പിൻ അഡാപ്റ്ററാണ്. ഉണ്ടോ, ഇത് തന്നെ ചെറിയ പിന്നും വലിയ പിന്നും വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ ഡബിൾ പിൻ അഡാപ്റ്റർ. അപ്പോൾ ഇത് വില കുറഞ്ഞ ഐറ്റമാണ്, 200 രൂപയുടെ അഡാപ്റ്ററാണ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് വാറണ്ടി 6 മാസം വാറണ്ടി ഉള്ള അഡാപ്റ്റർ വേറെയുണ്ട്. അപ്പോൾ അതിന് വില കൂടും. ഇത് വാറണ്ടി ഇല്ലാത്ത അഡാപ്റ്ററാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്ന പ്രോഡക്ട്സ്. അപ്പോൾ അതിൽ കൂടെ തന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഇന്ന് നമുക്ക് പ്രോഡക്റ്റ് അയക്കാനുള്ളതാണ്. ഇത് മറ്റേ ഫിലിപ്സിൻ്റെ വലിയ ടോർച്ച്. ഇത് പോവേണ്ട സ്ഥലം കൊല്ലം
പത്തനംതിട്ട. പിന്നെ ഇത് പാനാസോണിക്കിൻ്റെ ലാൻഡ് ഫോൺ കണ്ണൂർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് അയച്ചും കൊടുക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ലാൻഡ് ഫോൺ നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ ഷോപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ലൊക്കേഷൻ പറഞ്ഞു, നിങ്ങൾ ഷോപ്പിൽ വന്ന് നേരിട്ട് കണ്ട് വാങ്ങുക. അത് നിങ്ങളുടെ ചോയ്സ്. അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അതാണ് നമ്മുടെയും ആഗ്രഹം. വേറെ കുറേ പ്രോഡക്ട്സുമായി അടുത്ത വീഡിയോ.